രാഹുൽ വയനാട് ഒഴിഞ്ഞതോടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയ മണ്ഡലത്തിൽ UDF തയ്യാറെടുപ്പുകൾ തുടങ്ങി. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടുത്തു തന്നെ മണ്ഡലത്തിലെത്തും. ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കവും. വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, വലിയ ആവേശത്തോടെയാണ് ഇന്നലെ UDF ക്യാമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം സംഘടനാ തലത്തിൽ അവിടെ നടത്തിയിരുന്നു. എങ്കിൽ പോലും പ്രിയങ്കയുടെ വരവ് ഏത് രീതിയിലാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഓളം? ലിബീഷ്, ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത്, വയനാടുമായി എനിക്കൊരു പ്രത്യേക ആത്മബന്ധം കൈവന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളെ അങ്ങോട്ട് അയക്കുന്നു, നിങ്ങൾക്ക് 2 MP ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരമായി പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലേക്ക് എത്തുന്നു. അങ്ങനെ പ്രിയങ്കയുടെ ഒരു സ്ഥാനാർത്ഥിത്വം വയനാട് ജില്ലയിലടക്കം കേരളത്തിൽ വലിയ തരത്തിൽ ഓളം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നേതൃത്വവും മുന്നണിയും ഒക്കെ ഉള്ളത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ടുള്ള റായ്ബറേലി പോലൊരു മണ്ഡലം, ആ മണ്ഡലം വിട്ടൊഴിഞ്ഞ് വയനാട് നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത്രയും അത്യാവശ്യം, അതായത് BJP അടക്കം വലിയ പരുങ്ങലിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അത്രയും അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വയനാട് രാഹുൽ ഗാന്ധി വിട്ടൊഴിയുകയും പകരം തന്റെ സഹോദരിയെ ഒരു കന്നി അംഗത്തിനായി വയനാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വലിയ ഓളം ഉണ്ടാക്കുമെന്ന് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ UDF ഒരു മികച്ച വിജയം കൈവരിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് നേതൃത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയും ഇതിന് ഉതകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ വിശ്വാസം, നേതൃത്വത്തിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇന്നലെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് മുതൽ ഇങ്ങോട്ട് വയനാട് മണ്ഡലത്തിലടക്കം വലിയ ഓളം, കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നടക്കം വലിയ ഓളമുണ്ട്. അത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിനേക്കാളും ഉയർന്ന ഭൂരിപക്ഷത്തിൽ പ്രിയങ്കയെ ഈ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മുന്നണിയുള്ളത്. മാത്രമല്ല, ഒരു പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്, പ്രിയങ്ക ഒരു കന്നി അംഗത്തിന് വയനാട്ടിൽ നിന്ന് മത്സരിക്കുമ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ നിരയിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു ശബ്ദം, പ്രിയങ്കയുടെ ശബ്ദം കൂടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം മുന്നണിക്കുണ്ട്, UDF നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. മാത്രമല്ല, പ്രിയങ്കയുടെ ഒരു സ്ഥാനാർത്ഥിത്വം ഈ പ്രതിപക്ഷ നിരയ്ക്ക് ശക്തി വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം കൂടി ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് പ്രിയങ്കയെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മുന്നണികൾ എല്ലാം ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇപ്പോൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു മികച്ച വിജയം നേടി, അല്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടി പ്രിയങ്കയെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് വയനാട് നേതൃത്വവുമുള്ളത്. മാത്രമല്ല, ഇതിൽ CPIയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ഡലം രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിയും എന്നുള്ളൊരു കാര്യം മുന്നേ പറയണമായിരുന്നു, പറഞ്ഞിട്ട് ഇവിടെ സ്ഥാനാർത്ഥിയാവണം എന്നുള്ളതായിരുന്നു. ഇന്നലെ ആനി രാജി അടക്കം നമ്മളോട് പ്രതികരിക്കുമ്പോൾ ഈ ഒരു കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്. അതായത്, ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്ക്, ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ മടുപ്പുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും രാഹുൽ ഗാന്ധിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ റായ്ബറേലി രാഹുൽ ഗാന്ധി വിട്ടൊഴിയും എന്നുള്ള കാര്യം ആർക്കും അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്ന കാര്യം മാത്രമല്ല. കാരണം ഗാന്ധി കുടുംബത്തിന് തന്നെ റായ്ബറേലി മണ്ഡലത്തിനോടുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി ഉത്തർപ്രദേശിൽ നിലനിൽക്കേണ്ട ഒരു ആവശ്യം വളരെ വലുതാണ് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നേ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് CPIയുടെ ഭാഗത്ത് നടക്കുമുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും CPI ആണെങ്കിലും അവിടെ NDA ആണെങ്കിലും ഒരു നല്ല ശക്തമായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഈ ഒരു കുടുംബവാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ, മാത്രമല്ല ഈ ഒരു അടുക്കടെ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുണ്ടാകുന്ന മടുപ്പ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ മറിച്ച് കെട്ടി ഒരു വിജയം എന്നുള്ളത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള കാര്യം മറ്റു മുന്നണികളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒരു ബൈ ഇലക്ഷൻ, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണ് വയനാട് മണ്ഡലമുള്ളത്. മാത്രമല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ വയനാട് മണ്ഡലത്തിലെ പല ഭാഗങ്ങളിലേക്കും ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ പ്രതികരണവും ഈ ഒരു കുടുംബവാഴ്ച ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. മറ്റൊരു വശത്ത് ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കന്നി അംഗത്തിന് വയനാട് മണ്ഡലം തിരഞ്ഞെടുക്കുന്നു, വയനാട് മണ്ഡലത്തിനെ രാഹുൽ ഗാന്ധി കൈയൊഴിയുന്നില്ല എന്ന വികാരം മറ്റു ഭാഗത്തുണ്ട്. അങ്ങനെ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വയനാടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും എല്ലാ മുന്നണികളും ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ഇന്നു മുതൽ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മേഘന, ഇന്ത്യ മുന്നണിയിലെ 2 കക്ഷികളാണ് വയനാട്ടിൽ പരസ്പരം മത്സരിക്കുന്നത്. അതിൽ തന്നെ CPIക്കെതിരെ എന്നും ഈ ദേശീയ നേതാക്കളെ അവിടെ രംഗത്തിറക്കുന്നതിൽ ദേശീയ തലത്തിൽ അവർക്ക് പ്രതിഷേധമുണ്ട്. ഇടത് ക്യാമ്പിലെ ആലോചനകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്?
ലിബീഷ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതായത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തന്നെ പരസ്പരം മത്സരിക്കുന്നു എന്നുള്ള കാര്യം വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള K. സുരേന്ദ്രൻ അടക്കം ഇത് വലിയ തരത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ഇത് വലിയ തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ചർച്ചയാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജ വീണ്ടും മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമില്ല. പക്ഷേ ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം പ്രതികരിക്കുന്നത് ഇവിടെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ തന്നെ CPI നിലനിർത്തും അല്ലെങ്കിൽ നിർത്തും എന്നുള്ളതാണ്. കാരണം BJPക്കെതിരെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കേണ്ടതുണ്ട്. അതിനാണ് CPI സ്ഥാനാർത്ഥി നിലനിൽക്കുന്നത്. അതിനുവേണ്ടി ഒരു ശക്തമായ മത്സരം വീണ്ടും ഉണ്ടാകുമെന്നുള്ളതാണ് ബിനോയ് വിശ്വം അടക്കം പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു CPI ക്യാമ്പിലെ അല്ലെങ്കിൽ ഇടതുപക്ഷ ക്യാമ്പിലെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയെ ഒരു വിജയിക്കുക, പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഒരു വിജയം വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കുക, മാത്രമല്ല കോൺഗ്രസ് കുടുംബം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗാന്ധി കുടുംബം നൽകുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു, അല്ലെങ്കിൽ CPI ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സന്ദേശം ജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ചുകൊണ്ട് വരും തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വയനാട് മണ്ഡലത്തിൽ, വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ അടിത്തറയുള്ള, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി തന്നെ ആവണമെന്നില്ല, ആര് മത്സരിച്ചാലും ജയിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും ഇടതുപക്ഷമായാലും NDA ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ വോട്ട് ശതമാനം ഉയർത്തുക എന്നുള്ള കാര്യമായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇടതുപക്ഷ ക്യാമ്പിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത്. അതിനുള്ള അതായത് അനിരാജി അടക്കം ആദ്യഘട്ടത്തിൽ തന്നെ ഈ രാഹുൽ ഗാന്ധി മണ്ഡലം മറ്റൊരു മണ്ഡലത്തിൽ കൂടി ജയിക്കുകയാണെങ്കിൽ മണ്ഡലം ഒഴിയും എന്നുള്ളൊരു കാര്യം മുന്നേ തന്നെ ഒരു പ്രചരണ വിഷയമാക്കിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോൾ തന്നെ ഇന്നലെ അനിരാജയുടെ പ്രതികരണം ഉണ്ടായത് പറഞ്ഞിട്ട് മത്സരിക്കണമായിരുന്നു എന്നുള്ളതാണ്. മണ്ഡലം ഒഴിയുമെന്നുള്ള കാര്യം പറഞ്ഞിട്ട് മത്സരിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രചരണ വിഷയമാക്കിയായിരിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വരുന്ന ബൈ ഇലക്ഷനിൽ CPI ആണെങ്കിലും NDA സ്ഥാനാർത്ഥിയാണെങ്കിലും കളം പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വയനാട് മണ്ഡലത്തിൽ 2 MP ഉണ്ടാകുമെന്നുള്ളതാണ്. ഔദ്യോഗികമായി താൻ MP അല്ലെങ്കിലും വയനാട് ജനങ്ങളുടെ കൂടെ രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്നുള്ളൊരു പ്രതികരണമാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല ഇതിൽ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അത് പുറമേ ഒരു പരസ്യ പ്രതികരണമായി വരുന്നില്ലെങ്കിലും ഈ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി കുപ്പായം തയ്ച്ച പലരും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. അവർക്കൊരു നിരാശയാകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരിലൊരു മുറുമുറുപ്പുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഇവിടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പല നേതാക്കളുണ്ടായിട്ടും ഒരു പ്രിയങ്ക ഗാന്ധിയെ തന്നെ ഉത്തരേന്ത്യയിൽ നിലനിൽക്കേണ്ട പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നു. കേരളത്തിലെ ഒരു ഉറപ്പുള്ള മണ്ഡലത്തിൽ മത്സരിക്കുന്നുള്ള ഒരു മുറുമുറുപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചകളൊക്കെ, അതായത് കുടുംബവാഴ്ച അടക്കമുള്ള, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ ഉത്തരേന്ത്യയിൽ മത്സരിപ്പിക്കുന്നതിന് പകരം വയനാട്ടിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ CPI അടക്കം NDAയും ഈ പാർട്ടിയുടെ അകത്തുനിന്നും അടക്കം ചർച്ചയുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി മേഘന.